നമസ്കാരം, ഞാൻ ഡോക്ടർ അനുപമ ശ്രീനാഥ്. അപ്പൊ കഴിഞ്ഞ വീഡിയോയിൽ എൻഡോമെട്രിയോസിസ് എന്താണെന്നാണ് പറഞ്ഞത്. ഇന്ന് എൻഡോമെട്രിയോസിന്റെ കാരണങ്ങൾ എന്താണെന്ന് പറയാം. അപ്പൊ വളരെ വ്യക്തമായിട്ട് ഒരു കാരണം, എൻഡോമെട്രിയോസിന്റെ ഒരു കാരണം നമ്മൾ ഇതുവരെ കണ്ടുപിടിച്ചിട്ടില്ല. പക്ഷെ മോഡേൺ സയൻസിൽ ഒരുപാട് തിയറീസ് പറയുന്നുണ്ട് എൻഡോമെട്രിയോസിനുള്ള കാരണങ്ങളായിട്ട്. അതിലൊന്നാണ്, പ്രധാനപ്പെട്ട ഒന്നാണ് റിട്രോഗ്രേഡ് മെൻസ്ട്രേഷൻ എന്ന് പറയുന്നത്. അത് താഴേക്ക് പോവേണ്ട, എൻഡോമെട്രിയ ഷെഡ് ചെയ്ത് താഴേക്ക് ബ്ലീഡ് ചെയ്ത് പോകേണ്ടതിന് പകരം തിരിച്ച് അത് മേലോട്ട് കയറിയും അത് ഫെലോപ്പിയൻ ട്യൂബ്സ് വഴി അണ്ടാശയത്തിലേക്കും പെൽവിക് ക്യാവിറ്റിയിലേക്കും ഒക്കെ വരുന്നു എന്നാണ് ഒരു തിയറി. അതേപോലെ ഇത് ബ്ലഡ് വെസൽസിലൊക്കെ കൂടെ മറ്റുള്ള ഓർഗൻസിലേക്കൊക്കെ എത്തുന്നു എന്നുള്ളതാണ് വേറെ ഒന്ന്. അതേപോലെ ജനറ്റിക്കൽ ആൻഡ് എൻവയൺമെന്റൽ ഫാക്ടേഴ്സ് പറയുന്നുണ്ട്. നമുക്ക് എന്തെങ്കിലും ഫാമിലി ഹിസ്റ്ററി ഉള്ളവരാണെങ്കിൽ ഇതേപോലെ എൻഡോമെട്രിയോസിസ് ഉണ്ടാവാനുള്ള ഒരു സാധ്യത തള്ളിക്കളയാൻ പറ്റില്ല എന്ന് പറയുന്നുണ്ട്. പിന്നെ ഇമ്മ്യൂൺ ഡിസ്ഫങ്ഷൻ ആയിട്ട് എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ അതേപോലെ ഉള്ള അവസരങ്ങളിലും എൻഡോമെട്രിയോസിന് ഒരു സാധ്യതയുണ്ട് എന്ന് പറയുന്നു. ഇനി ആയുർവേദപരമായി ചിന്തിക്കുകയാണെങ്കിൽ ഇതില് ഈ വേഗധാരണം എന്ന് പറയുന്നത് ഇതിന്റെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാരണമായിട്ട് പലപ്പോഴും തോന്നിയിട്ടുണ്ട്. കാരണം ഈ പെൺകുട്ടികളും സ്ത്രീകളും ഒക്കെ തന്നെ പൊതുവെ ചെയ്യുന്ന ഒരു കാര്യമാണ്. നമ്മൾ സ്കൂളിൽ പോയാലും അതേപോലെ ഓഫീസിലൊക്കെ പോവുകയാണെങ്കിലും നമ്മൾ രാവിലെ വീട്ടിൽ നിന്ന് മൂത്രം ഒഴിച്ചതിന്റെ ശേഷം പിന്നെ തീരെ വെള്ളം കുടിക്കില്ല. ആ വെള്ളം കുടിക്കാത്തതിന്റെ കാരണം എന്താന്ന് വെച്ചാൽ ഈ സ്കൂളിൽ പോയാലും അതേപോലെ ഓഫീസിൽ പോയാലും പിന്നെ ടോയ്ലറ്റ് പോകേണ്ടി വരും. അപ്പൊ ചിലപ്പോൾ വൃത്തിയുടെയൊക്കെ ഭാഗമായിട്ട് നമ്മൾ അവിടെ മൂത്രം ഒഴിക്കാതെ തിരിച്ച് വീട്ടിലെത്തിയിട്ട് മൂത്രം ഒഴിക്കും. അപ്പൊ ഈ നാച്ചുറൽ ഏർജസിനെ നമ്മളിങ്ങനെ അത് ഹോൾഡ് ചെയ്യാണ് ചെയ്യുന്നത്. അപ്പോൾ അവിടെ ഈ ഒരു വേഗധാരണം എന്ന് പറയുന്നത് എൻഡോമെട്രിയോസിസിലേക്ക് നയിക്കാവുന്ന ഒരു വളരെ പ്രധാനപ്പെട്ട ഒരു കാരണമാണ്. അപ്പോ അതുപോലെയുള്ള കാര്യങ്ങൾ ചെയ്യാതിരിക്കുക. പിന്നെ എൻഡോമെട്രിയോസിസ് പൊതുവെ ഒരു ലൈഫ് സ്റ്റൈൽ ഡിസീസസ് അല്ല എന്നാണ് പറയുന്നത്. എങ്കിലും ഞാൻ അതിനോട് പൂർണ്ണമായിട്ടും യോജിക്കാൻ തയ്യാറല്ല. ഇത് ലൈഫ് സ്റ്റൈലായിട്ട് വളരെയധികം ബന്ധപ്പെട്ട് കിടക്കുന്നു എന്ന് തന്നെ പറയാം. കാരണം അൺഹെൽത്തി ആയിട്ടുള്ള ലൈഫ് സ്റ്റൈൽ ഫോളോ ചെയ്യുന്നവരും ഡയറ്റ് ഫോളോ ചെയ്യുന്നവരും ഒക്കെ ആണെങ്കിൽ ഒരു സുപ്രഭാതത്തിൽ ഒരു ദിവസം ചെയ്തു അതുകൊണ്ട് പിറ്റേ ദിവസം വരുന്നു എന്നല്ല, വളരെ കാലങ്ങളായിട്ട് ഇത് ഫോളോ അങ്ങനെ ചെയ്യുന്ന ഒരാളാണെങ്കിൽ തീർച്ചയായിട്ടും അവരുടെ എൻഡോമെട്രിയോസിനുള്ള ഒരു സാധ്യത ഉണ്ട്. അതുകൊണ്ട് ഇത്തരം അൺഹെൽത്തി പ്രാക്ടീസസ് നമ്മൾ നിർത്തിവെക്കുക. അതേപോലെ ഈ വേഗധാരണം പോലെയുള്ള കാര്യങ്ങൾ ചെയ്യാതിരിക്കുക. അപ്പൊ ഇത് പ്രിവെൻഷനും നല്ലതാണ്. അതേപോലെ ഓൾറെഡി എൻഡോമെട്രിയോസിസ് ഉള്ളവരാണെങ്കിൽ അത് അഡ്വാൻസ് ചെയ്യാതിരിക്കാൻ സഹായിക്കുകയും ചെയ്യും. താങ്ക് യു.